നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന എന്റെ പേടി. നീ പേടിക്കല്ലേ പാർവതി. ദേവികമ്മയുടെ രക്ഷയ്ക്ക് സുതിമോന്റെ ആത്മാവ് ഒപ്പം ഉണ്ടാവും. കണ്ണും കാതും തുറന്നു വെച്ച് നമ്മളും ഉണ്ടല്ലോ. ഞാൻ നേരത്തെ നിന്നോട് സൂചിപ്പിച്ചിരുന്നില്ലേ, നമ്മുടെ സുതിമോന്റെ മരണത്തിന് പിന്നിലും ശരത്തിന്റെ ഇടപെടലുണ്ടോന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. ഓരോ ദിവസം കഴിയുന്നോറും ആ സംശയം എന്റെ ഉള്ളിൽ ബലപ്പെട്ടുകൊണ്ടിരിക്കുക. എന്തും കേൾക്കാനും സഹിക്കാനും ഉൾക്കൊള്ളാനും നമ്മൾ തയ്യാറായിരിക്കണം പാർവതി. കാരണം ഹൃദയത്തിനുള്ളിൽ വിഷപ്പല്ലുള്ള ജീവിയവൻ. ശരിയാണല്ലോ അല്ലേ? ശരി, ഞാനിപ്പോ തന്നെ ചേച്ചിയമ്മയോട് പറയാം. ചേച്ചിയമ്മേ, ചേച്ചിയമ്മേ, ചേച്ചിയമ്മേ. എന്താടി വിശപ്പ് കയറി തുടങ്ങിയോ? ഒരു 10 മിനിറ്റ് ചട്നിയും കൂടെ അരച്ചാ മതി. നീ ആ തേങ്ങ എടുത്തൊന്ന് തിരുമിക്കുക. ആ ദോശക്കല്ലിനേക്കാൾ ചുട്ടുപുള്ളി 2 പേര് വരുന്നുണ്ട്. അതാര്? മയൂരിയുടെ അമ്മ മോഹിനിയും അവളുടെ അച്ഛനും. അയ്യോ, മയൂരി തന്നെ ഫോണിൽ ഇപ്പൊ വിളിച്ചു പറഞ്ഞതാ. വഴക്കിനായിരിക്കൂടി. അല്ലാതെ പിന്നെ നമ്മളുമായി മധുരം പങ്കുവെക്കാനുള്ള മാനസികാവസ്ഥയിലാണോ അവര്? എന്താ പ്രമേ? ആ മയൂരിയുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുന്നെന്ന്. വരട്ടെ, അതിനെന്താ? വരുന്നത് പടയപ്പ അരിക്കൊമ്പനൊന്നും അല്ലല്ലോ. എന്റെ ഈശ്വര, ആകെ നീറി പോഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണല്ലോ അവരിങ്ങോട്ട് വരുന്നത്. ഈ പ്രശ്നത്തിന് അവര് പറയുന്ന പരിഹാരം ഉണ്ടാകുന്നത് വരെ അവരിങ്ങോട്ട് വന്നോണ്ടേയിരിക്കും. ഒന്നുമില്ല, നീ നിന്റെ കൈ കൊണ്ട് 2 സ്പെഷ്യൽ ചായ ഉണ്ടാക്കി കൊടുക്ക്. പിന്നെ അവർ ഈ ജന്മത്തില് ഈ ജില്ലയിൽ പോലും കേറത്തില്ല. മനുഷ്യനോട് ഉമിത്തിയിൽ നിൽക്കുമ്പോൾ അങ്ങേരുടെ ഒരു അവിഞ്ഞ കോമഡി. അയ്യോ ദൈവമേ, അവര് വന്നെന്ന് തോന്നുന്നു. അച്ഛാ, അച്ഛാ, മയൂരിയുടെ അച്ഛനും അമ്മയോ? ആ ആരൊക്കെയാ ഇത്? വരണം വരണം. ഓ, അമ്പലത്തിലേക്ക് പോണ വഴി ഇറങ്ങിയതായിരിക്കും. അതെന്താ, ബന്ധുവീട്ടിൽ വരാൻ നമുക്ക് വേറെ ഏതെങ്കിലും യാത്രയുടെ ആവശ്യമുണ്ടോ? ഇതൊരു ഉപയാത്രയാക്കാൻ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നതാ. അയ്യോ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. വരൂ, അകത്തിരിക്കാം. മയൂരി വിളിച്ചിട്ട് സിദ്ധു ഫോൺ എടുക്കാറില്ലെന്ന് കേട്ടു. എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഓ, കെട്ടാൻ പോകുന്ന പെണ്ണിനോട് സംസാരിക്കാൻ പോലും നേരമില്ലാത്ത പോലെ എന്ത് തിരക്കാണാവോ? അതറിയത്തില്ലേ, അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വിലയും സ്വർണ്ണ വിലയും തീരുമാനിക്കുന്നത് കുഞ്ഞൊളിയനല്ലേ? ആണോ? അതെനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ചേച്ചിയമ്മ, ചായ. ചെല്ലു പ്രേമേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിന്റെ സ്പെഷ്യൽ ചായ എടുത്തോ. ഇപ്പൊ എടുക്കാം. കേട്ടാ സിദ്ധുന്റെ അച്ഛ, കാലത്ത് ഇത്രയും ദൂരം പെട്രോളും കത്തിച്ച് ഞങ്ങൾ വന്നത് ഒരു കാര്യത്തിന് കൃത്യമായ മറുപടി കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഈ കാര്യം എന്ന് പറയുമ്പോ നിങ്ങൾ മിണ്ടണ്ട, ഇവിടെ സംസാരിക്കാൻ ഞാനുണ്ട്. അതെ അതെ, തലയിരിക്കുമ്പോ വാലാടരുത്. അന്നത്തെ ദിവസം തൊട്ട് ഇന്ന് വരെ എന്റെ കൊച്ചിന്റെ കണ്ണീര് തോർന്നിട്ടില്ല. പറഞ്ഞു വെച്ചതുപോലെ ചാർത്ത കൈമാറ്റത്തിന്റെ മുഹൂർത്തത്തിൽ എങ്ങനെയാ പിഴച്ചവള് വന്നു കയറിയത്? ഞങ്ങളോട് തീർത്താ തീരത്ത പകയുള്ളവളാവള്.
ഞങ്ങളുടെ ചെറുക്കിന് വേണ്ടി അവളെ ഒന്ന് ആലോചിച്ചതാണല്ലോ ഞങ്ങള്. അവളുടെ സ്വഭാവ ദൂഷ്യം കാരണം ആ ബന്ധം വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. അതിന്റെ പക. അല്ല അത് പിന്നെ സുധിയുടെ ഹൃദയമല്ലേ മോന് വച്ചിരിക്കുന്നത്. അതിനെന്താ ഉറപ്പ്? അവള് പറയുന്നതല്ലേ. എല്ലാ ഹൃദയവും ഒരുപോലെയല്ലേ? സിദ്ധുവിന്റെ ഉള്ളിലുള്ളത് അവളുടെ കെട്ടിയവന്റെ ഹൃദയമാണെന്നതിന് എന്താ തെളിവുള്ളത്? അതൊക്കെ ഹോസ്പിറ്റൽ രേഖകളിലില്ലേ? ആശുപത്രി രേഖകളൊക്കെ ആർക്ക് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാവുന്നതാ. ചിലു, ഇവിടെ മുതിർന്നവർ സംസാരിക്കുന്നുണ്ട്. നിന്നോട് അഭിപ്രായം ചോദിച്ചാൽ മാത്രം പറഞ്ഞാൽ മതി. മയൂരിയും സിദ്ധുവും തമ്മിലുള്ള വിവാഹം ഉടനെ നടത്തണം. കൂടുതലൊന്നും സംസാരിക്കാൻ നേരവുമില്ല. കൂടുതൽ കുശലം പറയാൻ താല്പര്യവുമില്ല. ആലോചിച്ചിട്ട് ഞങ്ങൾ അറിയിക്കാം. കൂടുതൽ ആലോചനയൊന്നും വേണ്ട കൈലാസം സാറേ. ബന്ധുക്കളുടെയും അയൽക്കാരുടെയും പരിഹാസം കാരണം ഡിപ്രഷനിലാ എന്റെ മോള്. പുറത്തേക്കൊന്നും ഇറങ്ങാറ് പോലുമില്ല. മുറി അടച്ച് ഒരേ ഇരിപ്പാ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട്. ആവശ്യത്തിലധികം ആലോചിച്ചും പറഞ്ഞും തീരുമാനിച്ച കാര്യമല്ലേ. ഇനിയിപ്പോ എന്താ ഇത്ര കൂടുതൽ ആലോചിക്കാൻ? അതോ അച്ഛൻ പറഞ്ഞാൽ മകൻ അനുസരിക്കില്ലെന്നുണ്ടോ? ഞാൻ വരയ്ക്കുന്ന വരയിൽ നിൽക്കൂ എന്റെ മോള്. അതേത് വരാ? ഓ, LOC, ലൈൻ ഓഫ് കൺട്രോൾ, നിയന്ത്രണ രേഖ. ഇനി അധികം ഇരുന്നാൽ ശരിയാവില്ല. ഞാൻ നിയന്ത്രണം വിട്ട് പലതും പറഞ്ഞു പോകും. ഞങ്ങൾ ഇറങ്ങിക്കുക. പിന്നെ ചടങ്ങിന്റെ തീയതി ഇന്നോ നാളെയോ വിളിച്ചു പറഞ്ഞേക്കണം. മടി പിടിച്ചു നിൽക്കുന്ന കാളയുടെ മുതുകത്ത് ചാട്ടവാറിന്റെ തുമ്പൊന്നും മുട്ടിച്ചാ മതി. നിർത്താതെ ഓടിക്കോളും. വഴക്കൊന്നും വേണ്ട. കാര്യങ്ങൾക്ക് രമ്യമായി പരിഹാരമുണ്ടാക്കാം. ഞാൻ വഴക്കിനൊന്നും വന്നതല്ല. എന്റെ മകളുടെ ജീവിതമാ ഇപ്പൊ വഴിമുട്ടി നിൽക്കുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാവണം. ഇടയ്ക്ക് വെച്ച് ഓടിക്കേറി വന്നവളെ അടിച്ച് പുറത്താക്കണം. നമുക്ക് വേണ്ടത് ചെയ്യാം. സാറിന് ഞങ്ങൾക്ക് വിശ്വാസമാണ്. ഇവിടുത്തെ സിന്ദഗി മോക്കാണ് എന്റെ മോളുടെ അവസ്ഥ വന്നിരുന്നെങ്കിൽ എന്ന് മാത്രം സാറിന് ചിന്തിച്ചാ മതി. എന്റെ മോളുടെ കണ്ണീര് കാണാൻ വയ്യാഞ്ഞിട്ടാ വാക്ക് വ്യത്യാസം കാണിച്ചവരുടെ മുന്നിൽ ഞാൻ വന്നു നിന്ന് ഇങ്ങനെ ഇരക്കുന്നത്. സാറാണെങ്കിൽ ഇങ്ങനെ വാക്ക് വ്യത്യാസം കാണിച്ചവരുടെ വീട്ടിൽ ചെന്ന് എല്ലാരും വെടിവെച്ച് കൊന്നേനെ ഇല്ലേ? ഞാൻ പറഞ്ഞതൊക്കെ സിദ്ധുമരുമനും മനസ്സിലായല്ലോ അല്ലേ? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോ. അയ്യോ, ചായ കുടിച്ചില്ല. കുടിക്കുന്നില്ല പ്രേമേ. ഈ ചായയിൽ എന്റെ മോളുടെ കണ്ണീര് ചുവയ്ക്കും. ആദ്യം കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാവട്ടെ. എന്റെ മോള് ഈ വീട്ടിലേക്ക് മരുമോളായി വന്നിട്ട് ഇവിടുത്തെ അടുക്കളയിൽ അവൾ ആദ്യം ഉണ്ടാക്കുന്ന ചായ ഞങ്ങൾ കുടിച്ചോളാം. ഇപ്പൊ നിനക്ക് തൃപ്തിയായല്ലോ അല്ലേ? അതിന് ഞാൻ എന്ത് ചെയ്തെന്നാ ചേച്ചമ്മ പറയുന്നത്? സിദ്ധു, നീ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കില്ലേ? ആ മയൂരിയുടെ കണ്ണുനീരെ നിന്റെ ജീവിതത്തിൽ ഒരു ശാപമായിട്ട് കിടക്കാതിരിക്കാനാ ഞാൻ വീണ്ടും വീണ്ടും ഇതൊക്കെ പറയുന്നത്.